ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും ശർക്കരയും കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിനായി വേണ്ടത് അവിലാണ്. ഞാനിവിടെ 1 കപ്പ് മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണുള്ളത് അതെടുക്കാവുന്നതാണ്. അത് നമുക്ക് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അവിൽ നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അവിൽ കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമാവുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അവിലിവിടെ നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അവിൽ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയൊരു തരിതരിപ്പോടുകൂടി ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ അവിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ചെറിയൊരു തരിതരിപ്പോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. അടുത്തതായി വേണ്ടത് പീനട്ടാണ്, കപ്പലണ്ടി. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ റോസ്റ്റ് ആയിട്ടുള്ള കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് അല്ലാത്തതാണെങ്കിൽ 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് തണുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. പീനട്ടും ഒരുപാടങ്ങ് പൊടിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അടുത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കരയിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ശർക്കര തിളച്ച് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതിയാവും. ശർക്കര ഇവിടെ നന്നായിട്ട് ഇനി തിളച്ച് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അടുത്ത് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ നന്നായിട്ട് തന്നെ കളറെല്ലാം ചേഞ്ചായി നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ കളറെല്ലാം ചേഞ്ചായി നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡയറക്റ്റായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയിൽ ശർക്കരയെല്ലാം നന്നായിട്ട് പിടിച്ച് ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര കുറച്ചൊന്ന് വറ്റി വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന അവിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പീനട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പരുവമാവുന്നതുവരെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത്രയും മതിയാവും. നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് തണുത്ത് വന്നതിന് ശേഷം വേണം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു കുക്കിംഗ് കട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മിക്സ് വീതം അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് വീതം എടുത്തതിന് ശേഷം കുറച്ച് മിക്സ് വീതം എടുത്തിട്ട് നമുക്ക് അതിൽ വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം പതിയെ ഇതുപോലെ കുക്കിംഗ് കട്ടർ അതിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഒരെണ്ണം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണവും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. രണ്ടാമത്തതും ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. നല്ല ഹെൽത്തിയുമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും